ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാധനങ്ങൾ കൂടെ പെൻഡിങ് ഉണ്ട് മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളത്. അതായത് മോൾക്ക് KG ആയതുകൊണ്ട് തന്നെ ജൂൺ 8-ാം തീയതിയാണ് സ്കൂൾ ഓപ്പണിംഗ് കേട്ടോ. അപ്പൊ നമ്മൾ ശരിയെന്ന് പറഞ്ഞിട്ട് ക്വിക്കായിട്ടുള്ള ഒരു ഷോപ്പിംഗ് പ്ലാൻ ചെയ്തു. ബാഗും മറ്റു അവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊരു സീൻ അല്ലായിരുന്നു. പക്ഷെ പിന്നെ ഉണ്ടാവുമല്ലോ നമുക്ക് കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാന്ന് വിചാരിച്ചു. അപ്പൊ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പൊ ഞങ്ങൾ നേരെ പോണത് നമ്മുടെ വലിയങ്ങാടി, പാലക്കാട് വലിയങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവരായിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അവിടത്തേക്കാണ് ഞങ്ങളുടെ ഇപ്പൊ നിലവിലുള്ള കുറച്ച് പ്ലഗ് പോയിന്റ്സ് ഒക്കെ കംപ്ലൈന്റ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ സുബിക്സിലോട്ട് പോവായിരുന്നു കേട്ടോ. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് സുബിക്സ് ആണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ പോവാന്നാണ് പ്ലാൻ ഇട്ടത്. പോകുമ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. എനിക്കത് ശരിക്കും എന്താ പറയാ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ബാക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയങ്ങാടിയിൽ പക്ഷെ പറയത്തക്ക ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നോർമലി വലിയങ്ങാടിയിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ ഒരു എന്താ പറയാ കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാനും മോളും പോയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് മാത്രമാണ് പോയിട്ട് ഈ പ്ലഗ് ഒക്കെ മേടിച്ചുകൊണ്ടുവന്നത്. കാരണം ഞങ്ങൾ പോയാൽ പിന്നെയും വൈകും. പിന്നെ മൊത്തത്തില് എന്താ പറയാ ഞങ്ങൾ ഇറങ്ങി വന്ന് കയറി ഈ ഒരു ചടങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയില്ല. പുള്ളി എന്നെ വേഗം പോയി പർച്ചേസ് ചെയ്തിട്ട് വന്നു കേട്ടോ. അതായത് കുറച്ച് പ്ലഗും സ്വിച്ചും റെഗുലേറ്ററും ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ വണ്ടി നിർത്തി. ഞാൻ അധികം കാര്യമായിട്ട് ഈ വലിയങ്ങാടിയിലോട്ട് വരാറില്ല. നമ്മൾ വരാറുള്ളത് ഈ വലിയങ്ങാടിയുടെ തുടക്കത്തിലുള്ള ഭാവ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു പാത്രങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്, അവിടെ വരാറുണ്ട്. അതല്ലാണ്ട് ഇതിന്റെ ഉള്ളിലോട്ട് അങ്ങനെ വരാറില്ല. പക്ഷെ വളരെ നല്ല ഓപ്ഷനാണ്. നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കുറേ സാധനങ്ങൾ വലിയങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നല്ലോണം ക്ഷമ വേണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നടന്നും മേടിക്കാനാണ് കുറച്ചുകൂടെ സൗകര്യം. വണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സ്കൂട്ടർ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കാറൊക്കെ ആണെങ്കിൽ പാർക്ക് ചെയ്യാൻ വലിയ പാടാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും നല്ലോണം ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോണത് മോളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് മോൾക്ക് സ്കൂള് തുറക്കുന്നതിന് മുമ്പ്, ഇനിയിപ്പോ ഒരാഴ്ചയല്ലേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഒന്ന് സിംസാമിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു വെക്കേഷന് മുമ്പ് സിംസാമിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അതും സാധിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ നേരെ സിംസാമിൽ പോയി. സിംസാം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ കോയമ്പത്തൂർക്ക് പോകുന്ന റൂട്ടിന്റെ കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിംസാം കാണാൻ പറ്റും. അപ്പൊ ഞങ്ങള് സിംസാമിൽ പോയി. പിന്നെ കുറച്ചു നേരം അവളുടെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും മേടിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല. ഇനിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലും അല്ല. അപ്പൊ ഞങ്ങൾ നേരെ അവിടെ നിന്ന് സിംസാമിന്റെ താഴെ തന്നെയാണ് ഡെക്കാത്തലൻ ഉള്ളത്. ഡെക്കാത്തലിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നേരെ സിംസാമിലോട്ട്. അതിന്റെ അടുത്ത വീഡിയോയിൽ പറയാം. അത്രയേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വിശേഷം. ബൈ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.